താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല അയ്യങ്കാളി സെന്റർ ഫോർ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസിന്റെ ഈ വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനവും ഏകദിന സെമിനാറും സംഘടിപ്പിച്ചു. ലാംഗ്വേജ് ബ്ലോക്കിൽ നടന്ന പരിപാടി കേരള സംഗീത നാടക അക്കാദമി ഉപാധ്യക്ഷ പുഷ്പവതി പൊയ്പാടത്ത് ഉദ്ഘാടനം ചെയ്തു. ഇത് അതിജീവനത്തിന് വേണ്ടി നമുക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നു. സ്ട്രഗിൾ ചെയ്യാൻ അതിജീവിക്കുമ്പോഴാണ് സത്യത്തിൽ നമുക്ക് അറിവുണ്ടാകുന്നത്. ഓരോ അറിവ് നമ്മൾ നേടുന്നതും അത് സംഗീതപരമായിരിക്കാം, സാമൂഹ്യപരമായിരിക്കാം, രാഷ്ട്രീയപരമായിരിക്കാം. നമ്മൾ പലതരത്തിലുള്ള ഇടപെടലുകൾ നമ്മുടെ അനുഭവങ്ങളിൽ കൂടി നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ നദിയാണ്. നമുക്ക് സ്വതന്ത്രമായിട്ട് ഒഴുകാൻ പറ്റും. ഇങ്ങനെ സ്വതന്ത്രമായിട്ട് ഒരു വ്യക്തിയായിട്ട് നിൽക്കുമ്പോഴേ ഒരു സിസ്റ്റത്തിനുള്ളിലല്ലാതെ പുറത്ത് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഒഴുകാൻ പറ്റും. ആ ഒഴുകലില് നമ്മൾ പല പല അനുഭവങ്ങളിൽ കൂടി ഒഴുകി പോകുമ്പോൾ പലതും നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്, സ്വാംശീകരിക്കുന്നുണ്ട് അല്ലേ? ആ സ്വാംശീകരണങ്ങളില് നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങള്, പുതിയ പുതിയ സംഗീതത്തിൽ തന്നെ പല പല വിഷയങ്ങളെ അനുസരിച്ചുകൊണ്ട് നമുക്ക് സംഗീതം ഉണ്ടാക്കാം. എന്നെ സംബന്ധിച്ച് പാട്ടുകളെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. വൈസ് ചാൻസലർ ഡോക്ടർ KK ഗീതാകുമാരി അധ്യക്ഷത വഹിച്ചു. കീഴാളവർഗം അല്ലെങ്കിൽ നമ്മൾ ദളിതർ എന്ന് നമ്മൾ വിശേഷിക്കുന്ന ദളിത് എന്ന് പറഞ്ഞ വാക്ക് തന്നെ പ്രാകൃതമാണ്. ദരിദ്രൻ എന്നാണ് ശരിക്കുള്ള സംസ്കൃത വാക്ക്. അതിൻ്റെ പ്രാകൃത വാക്കാണ് ദളിത് എന്നുള്ളത്. അപ്പോൾ ഒട്ടും ഭൂമിയില്ലാത്ത അല്ലെങ്കിൽ എന്താ പറയുക തലചായ്ക്കാൻ മണ്ണില്ലാത്ത ഒരു കൂട്ടം ജനങ്ങൾ, അവർക്ക് എവിടെയാണ് സ്വത്വബോധം? നിൽക്കാനും കാലുറപ്പിച്ച് നിൽക്കാൻ മണ്ണുള്ളവരെ ഒരു എന്താ പറയുക അഭിമാന ബോധമുണ്ട്. ഇത് അഭിമാന ബോധമില്ല. മുട്ടിന് താഴെ മുണ്ടുകൊടുത്തുകൂടാ, സ്ത്രീകളാണെങ്കിൽ മാറുമറിച്ചുകൂടാ, വിദ്യാഭ്യാസമില്ല. ഇങ്ങനെ എത്രയോ അനീതിയായിട്ടുള്ള കാര്യങ്ങളിലൂടെ പൊതുവഴികൾ ഉപയോഗിച്ചുകൂടാ കൂനി നടക്കുന്ന ഒരു ജനവിഭാഗം. അവിടെ നിന്ന് നമ്മൾ എത്രമാത്രം മാറി, നമുക്ക് എത്രമാത്രം വിദ്യാഭ്യാസം ആക്സസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് നമുക്ക് ഇന്നിപ്പോൾ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഇച്ഛാശക്തിക്ക് അനുസരിച്ച് നമ്മൾക്ക് പണിയെടുത്ത് നമുക്ക് ഏത് പദവിയിലേക്കും എത്താവുന്ന തരത്തിൽ നമ്മുടെ സാമൂഹിക പരിസ്ഥിതി മാറിക്കഴിഞ്ഞു. അതിനെ ചുക്കാൻ പിടിച്ചിട്ടുള്ള ആളുകളെ നമ്മൾ സാധാരണ ആളുകളെ പേര് പറയും, പക്ഷെ നമ്മൾ ചില ആളുകളെ പറയുമ്പോൾ മഹാത്മാ എന്ന് കൂട്ടിച്ചേർത്ത് പറയും. അയ്യങ്കാളി സെന്റർ ഫോർ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് കോർഡിനേറ്റർ ഡോക്ടർ സംഗീത തിരുവൾ PP, ഡോക്ടർ മോത്തി ജോർജ്, ഡോക്ടർ B സത്യൻ, ഡോക്ടർ T മിനി, ഡോക്ടർ V ലിസി മാത്യു, ഡോക്ടർ ഷർമിള R, റാണി ചുലോനി തുടങ്ങിയവർ സംസാരിച്ചു. 40 വർഷങ്ങളായിട്ട് അയ്യങ്കാളിയെ കുറിച്ച് നടത്തുന്ന പഠനങ്ങൾക്ക് മുന്നിൽ ഞാൻ എന്താണ് പറയേണ്ടത്? ഞാനൊന്നും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം പറയുന്നിടത്തോളം ആവില്ല. എങ്കിലും നമുക്കറിയാം, പിന്നോക്ക വിഭാഗക്കാരുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിച്ച നീതി നിഷേധത്തിനെതിരെ പലതരത്തിലുള്ള സമരം. ഇപ്പോൾ ചെറായി രാമദാസിന്റെ തന്നെ അയ്യങ്കാളിക്ക് ആദരപൂർവ്വം എന്നുള്ളൊരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും തന്നെ പറയാനായിട്ടുള്ള നിരീക്ഷണം തന്നെയാണ്. മിക്കവാറും അയ്യങ്കാളി പ്രസ്ഥാനത്തെ ഈ SNDPയുമായിട്ട് അല്ലെങ്കിൽ ശ്രീനാരായണ പ്രസ്ഥാനവുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു തണലിൽ വളർന്ന് വികസിച്ചു വന്ന ഒരു പാർശ്വവൽകൃതരായിട്ടുള്ള കുറേ ആളുകളുടെ ഒരു പഴയകാല കൂട്ടം എന്നുള്ള നിലയിലാണ് നമ്മൾ പലരും അതിനെ അറിഞ്ഞു പോകുന്നത്. പക്ഷേ ശ്രീനാരായണ ഗുരു ഉയർത്തിയ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു എടുത്ത ഒരു മാർഗത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു മാർഗം ഉപയോഗിച്ചുകൊണ്ടാണ് അയ്യങ്കാളി തൻ്റെ വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത്. ഡോക്ടർ KR സജിത മോഡറേറ്ററായി.